കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടിവിയിലെ പ്രേക്ഷകരായ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയം ഫാത്തിമയിൽ 1917 മെയ് മാസം മുതൽ ഒക്ടോബർ മാസം വരെ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വിലയേറിയ സന്ദേശങ്ങളും പരിശുദ്ധ അമ്മ ഈ സന്ദേശം നൽകുവാൻ തിരഞ്ഞെടുത്ത 3 ഇടയ കുഞ്ഞുങ്ങളെയും കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഫ്രാൻസിസ്കോയുടെ ജീവിതം പിന്നീട് എപ്രകാരമുള്ളതായിരുന്നുവെന്നും സ്വർഗത്തിൽ എപ്രകാരമാണ് ഫ്രാൻസിസ്കോ മഹത്വപ്പെട്ടത് എന്നും നമ്മൾ കാണുകയുണ്ടായി. ഇനി ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ പ്രത്യേകമായി ഈ 3 കുഞ്ഞുങ്ങളിൽ ഏറ്റവും ഇളയവളായ ജസീന്ത എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങളോട് പ്രതികരിച്ചത് എന്നും ഈ സന്ദേശങ്ങൾ ജസീന്തയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് സ്വാധീനിച്ചത് എന്നും നമ്മൾ കാണുവാൻ പരിശ്രമിക്കുകയാണ്. നമുക്കറിയാം, തൻ്റെ സഹോദരൻ ഫ്രാൻസിസ്കോയുടെ മരണത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. തൻ്റെ സഹോദരൻ ഫ്രാൻസിസ്കോയുടെ മരണം ജസീന്തയെ സാരമായി ബാധിച്ചു. അവൾ അതീവ ദുഃഖതയായി. ഇത്രയും നാൾ തന്നെ ഒന്നിച്ച് കളിച്ചു വളർന്ന സഹോദരൻ ഈ കൊച്ചു പ്രായത്തിൽ അവൻ ഈ ലോകത്ത് വേർപെട്ടു പോയപ്പോൾ അവൾക്ക് ഒരുപാട് വേദനയുണ്ടായി. എങ്കിലും അവൾ ഇപ്രകാരം ആശ്വസിച്ചു, അവൻ ഈശോയുടെ കൂടെ സ്വർഗത്തിലാണല്ലോ, അതുകൊണ്ട് സാരമില്ല, ഞാനും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഫ്രാൻസിസ്കോയും കൂടെ ഒന്നിച്ച് എനിക്ക് വീണ്ടും ഒരു സ്വർഗീയ ജീവിതമുണ്ടല്ലോ എന്ന് അവൾ ആശ്വസിച്ചു. എങ്കിലും തൻ്റെ കസിനായ ലൂസിയോട് ജസീന്ത ഇപ്രകാരം പറയുമായിരുന്നു, ഫ്രാൻസിസ്കോയെ ഒരിക്കൽ കൂടി കാണുവാനായി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന്. ഇപ്രകാരം ആ സഹോദര സ്നേഹം നമുക്ക് ഫ്രാൻസിസ്കോയിലും ജസീന്തയിലും കാണുവാനായിട്ട് സാധിക്കും. സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ ഈ 3 കുഞ്ഞുങ്ങളെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ശുദ്ധീകരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അത് കാണിച്ചു കൊടുത്ത സംഭവം നാം കാണുകയുണ്ടായല്ലോ. നരകത്തിൻ്റെ ഭീകരത കണ്ടു കഴിഞ്ഞപ്പോൾ ജസീന്ത ഇപ്രകാരം ഒരു തീരുമാനമെടുത്തു, ഇനി ആരും ഈ ഭീകരതയുടെ സ്ഥലത്തേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് നരകത്തിലേക്ക് ആളുകൾ വരുന്നത് എങ്ങനെയെങ്കിലും ഞാൻ തടയും എന്ന് ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത ആ കുറുക്കു വഴി അവൾ ചെയ്യാൻ ആരംഭിച്ചു. എന്താണ്? നരകത്തിലേക്ക് ആളുകൾ വരുന്നത്, ആത്മാക്കൾ കടന്നു വരുന്നത് തടയാനുള്ള കുറുക്കു വഴി. പരിശുദ്ധ പറഞ്ഞു കൊടുത്ത കുറുക്കു വഴി ഇതാണ്: നിങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടിയും സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ഈ കൊച്ചു പ്രായത്തിൽ 7-8 വയസ്സ് പ്രായമേ ഉള്ളൂ. ജസീന്ത തീരുമാനിച്ചു, എന്ത് സഹനം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഏത് ത്യാഗവും ഏറ്റെടുക്കാൻ തയ്യാറാണ്. നരകത്തിൽ ഈ ഭീകരതയുടെ ഈ സ്ഥലത്തേക്ക് ആരും കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് അവളുടെ ജീവിതം ഇപ്രകാരം ആളുകൾ നരകത്തിലേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചു. അങ്ങനെ അവളുടെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെയും പ്രത്യേകിച്ച് രോഗാവസ്ഥയിലൂടെ ജസീന്തയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. ഈ മാരകമായ രോഗത്തിലൂടെ കടന്നുപോയപ്പോഴും ജസീന്ത ആത്മാക്കളെ നേടുവാൻ
ഓരോ നിമിഷവും അതിയായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫ്രാൻസിസ്കോയുടെ സഹോദരിയാണ് ജസീന്ത എന്ന് നമുക്കറിയാമല്ലോ. ഫ്രാൻസിസ്കോയുടെയും ജസീന്തയുടെയും കുടുംബം മുഴുവനും മാരകമായ ഒരു പകർച്ചവ്യാധിക്ക് അടിമപ്പെട്ട കാര്യം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടു. അങ്ങനെയാണ് ഫ്രാൻസിസ്കോ രോഗബാധിതനാകുന്നതും ഈ പകർച്ചവ്യാധിയിലൂടെ അവൻ മരണപ്പെടുന്നതും. ആ സമയത്ത് തന്നെ ജസീന്തയ്ക്കും ഈ പകർച്ചവ്യാധി വ്യാപിച്ചിരുന്നു. ജസീന്തയിലേക്കും ഈ പകർച്ചവ്യാധി വ്യാപിച്ചിരുന്നു. ജസീന്ത ഈ പകർച്ചവ്യാധിയുമായി മുന്നോട്ട് പോവുകയാ. ഈ കൊച്ചു പ്രായത്തിൽ ഒരുപാട് വേദനയുണ്ട്, ഒരുപാട് സഹനങ്ങളുണ്ട്. മുന്നോട്ട് എപ്രകാരം പോകണമെന്ന ഒരുപക്ഷെ അറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള നൊമ്പരമുണ്ട്. എങ്കിലും ഇവൾ ഇതെല്ലാം കടിച്ചമർത്തി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി സഹിച്ചുകൊണ്ടിരിക്കുകയാ ജസീന്ത. ഇപ്രകാരം ജസീന്ത ഈ രോഗം മൂർച്ഛിച്ചത് മൂലം ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ ആസ്പത്രിയിൽ ജസീന്ത ഏതാണ്ട് 2 മാസത്തോളം കഴിയുകയാണ്. 2 മാസത്തോളം ഈ ആസ്പത്രിയിൽ അവൾ കഴിഞ്ഞു. ആസ്പത്രിയിൽ ജസീന്ത കഴിഞ്ഞ സമയത്ത് പരിശുദ്ധി അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അമ്മ വീണ്ടും ഈ പ്രൈവറ്റ് റെവലേഷൻസ് ആയി സ്വകാര്യമായ ചില ദർശനങ്ങൾ ജസീന്തയ്ക്കും നൽകുവാൻ പല പ്രാവശ്യം അവളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മ ജസീന്തയുടെ അടുത്ത് വന്ന് ജസീന്തയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ജസീന്ത നീ ഭയക്കരുത്, കാരണം ഇതെല്ലാം ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി നീ കാഴ്ചവെച്ച് അനേക ആത്മാക്കളെ നേടുമെന്ന് സ്വർഗത്തിനറിയാം. അതുകൊണ്ട് നിന്റെ ഈ സഹനങ്ങളൊക്കെ അനേക ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി നീ കൊടുക്കുന്ന വിലയാണ്. അതുകൊണ്ട് മോളെ, സ്വർഗം നിന്നെ വലിയവളായി കണക്കാക്കും, സ്വർഗത്തിൽ നിനക്ക് ഒരു സ്ഥലമുണ്ട് എന്ന് ഉറപ്പ് പരിശുദ്ധി അമ്മ ജസീന്തയ്ക്ക് നൽകുകയാണ്. എന്നിട്ട് അമ്മ ഇപ്രകാരം പറഞ്ഞു, നീ ഈ സഹനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ലിസ്ബണിൽ, അതായത് പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലുള്ള ഒരു ആസ്പത്രിയിലേക്ക് നിന്നെ ഞാൻ അധികം താമസിയാതെ കൊണ്ടുപോകും. അവിടെ നീ ഒരുപാട് സഹിക്കേണ്ടി വരും. ഈ സഹനങ്ങൾ നീ കൃപയാക്കി മാറ്റും. എന്നാൽ നിന്റെ മരണസമയത്ത് നിന്റെ പ്രിയപ്പെട്ടവരാരും നിന്റെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഫ്രാൻസിസ്കോ മരിച്ചപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ മോളെ, നിനക്ക് സഹനങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ നിന്റെ മരണസമയത്ത് നീ തനിച്ചായിരിക്കും. ആരും നിന്റെ അടുത്ത് ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ നീ ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാനായിരിക്കും നിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വരുന്നത് എന്ന ഒരാശ്വാസ സന്ദേശം കൂടി പരിശുദ്ധ അമ്മ ജസീന്തയ്ക്ക് നൽകുകയാണ്. ജസീന്ത ഇപ്പൊ കിടക്കുന്ന ആസ്പത്രിയിൽ ഇനി കിടന്നിട്ട് കാര്യമില്ല എന്ന് ആസ്പത്രി അധികൃതർക്ക് തോന്നി. അതുകൊണ്ട് അവളെ ഡിസ്ചാർജ് ചെയ്തു. ഇനി മുന്നോട്ടൊന്നും ചെയ്യുവാനില്ല. മാക്സിമം ചികിത്സ കൊടുത്തു. ഇനി അവൾക്ക് മുന്നോട്ടൊരു ജീവിതം വളരെ പ്രയാസകരമായിരിക്കുമെന്ന് ആസ്പത്രി അധികൃതർക്ക് തോന്നി. മെഡിക്കൽ സയൻസിന് ഇവൾക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവോടുകൂടി അവളെ ഡിസ്ചാർജ് ചെയ്ത് ഇവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ വലിയ വേദനയിലൂടെ കഷ്ടപ്പാടിലൂടെ വീണ്ടും തിരിച്ച് ഈ രോഗത്തെയും വഹിച്ചുകൊണ്ട് ജസീന്ത തിരിച്ചെത്തുകയാണ്. വീട്ടിൽ വന്നപ്പോൾ ജസീന്തയിൽ കണ്ട കാര്യം ഇപ്രകാരമാ. അവളുടെ ചെസ്റ്റിന് അടുത്ത് ഒരു ഉണങ്ങാത്ത മുറിവ് കൊണ്ട് ഒരു വലിയ സുഷിരം, ഒരു ദ്വാരം അവിടെ രൂപപ്പെട്ടിരിക്കുക. ഈ ദ്വാരത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പല രീതിയിലുള്ള അസ്വസ്ഥതകൾ അവൾ അനുഭവിക്കുന്നു. വലിയ വേദനയാണ്. ഈ വലിയ ദ്വാരം ചെസ്റ്റിനടുത്തായിട്ട് അവളുടെ ശരീരത്തിൽ രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, കലശലായ പനി. എന്ത് ചെയ്താലും ഈ പനി അവസാനിക്കുന്നില്ല. ഒപ്പം തന്നെ മാരകമായ ക്ഷയരോഗം അവളെ കാർന്ന് തിന്നുകൊണ്ടിരുന്നു. ക്ഷയരോഗം മൂർച്ഛിച്ചു. അതിൻ്റെ അവസാന സമയത്തൂടെ ജസീന്ത കടന്നു പോവുകയാണ്. ക്ഷയരോഗം അവളെ കാർന്ന് തിന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ ഈ സഹനങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ജസീന്ത പ്രസന്നവതയാണ്. കാരണം അവളുടെ ഓരോ സഹനങ്ങളും
ഒരൗൺസ് സഹനം പോലും പാഴാക്കാതെ അതെല്ലാം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടിയും ഈശോയുടെ മാതാവുള്ള സ്നേഹത്തെ പ്രതി അവൾ കാഴ്ചവെച്ച് ആത്മാക്കളെ നേടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയ സമയത്താണ് മാതാവ് പറഞ്ഞ ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു അവസരം സൃഷ്ടിക്കപ്പെടുക. മാതാവ് അവളോട് പറഞ്ഞില്ലേ, അധികം താമസിയാതെ ഇന്ന് ഞാൻ പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ ലിസ്ബണിലെ ആശുപത്രിയിലേക്ക് അവൾ പോകേണ്ട ഒരു സമയം വന്നു. ആ സമയത്ത് ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന് ജസീന്തയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ജസീന്ത തൻ്റെ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു, ലിസ്ബണിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കോവാദിയിരിയയിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. കോവാദിയിരിയാണ് ഫാത്തിമ. അവിടെയാണ് പരിശുദ്ധ അമ്മ ഈ 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിന്റെ പേരാണ് കോവാദിയിരിയ. ഈ കോവാദിയിരിയിൽ ചെന്ന് അമ്മയുടെ ആ സാന്നിധ്യം ഒരിക്കൽ കൂടി അനുഭവിക്കുവാനും ആ ദർശനങ്ങളൊക്കെ ഒന്നും കൂടി അയവിറക്കുവാനും തന്നോട് കൂടെ ആയിരുന്ന 2 ലൂസിയും ഫ്രാൻസിസ്കോയുടെയൊക്കെ ആ സാന്നിധ്യം ഒരിക്കൽ കൂടി ഒന്ന് ആസ്വദിക്കുന്നതിനുമൊക്കെയായി എന്നെ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം അവൾ അമ്മയോട് പറഞ്ഞു, എന്നെ ലൂസിയുടെ അടുത്തൊന്ന് കൊണ്ടുപോകണം, എനിക്ക് ലൂസിയോട് ഗുഡ് ബൈ പറയണം. ഇപ്രകാരം 2 ആഗ്രഹങ്ങൾ ജസീന്ത അമ്മയോട് ആവശ്യപ്പെട്ടു. അവളുടെ അമ്മയും പിതാവും അവളെ കോവാദിരിയിലേക്ക് കൊണ്ടുപോയി. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അവൾ നിന്നു. അവിടെ അല്പനേരം അവൾ പ്രാർത്ഥിച്ചു. അമ്മയുടെ ദർശനങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്തു. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ലൂസിയെ കാണുന്നതിന് വേണ്ടി ലൂസിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ കാഴ്ച വലിയ വേദനാജനകമായിരുന്നു. ലൂസിയുടെ കസിനാണ് ജസീന്ത, നിങ്ങൾക്ക് അറിയാമല്ലോ. തങ്ങളുടെ ഓരോ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളിലും തങ്ങൾ 3 പേര് എപ്പോഴും ഒന്നിച്ചായിരുന്നു. ഈ ജസീന്തയെ കണ്ട ഉടനെ ലൂസിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഇത് അവൾ അവസാനമായി തൻ്റെ കസിനെ കാണുന്ന ഒരു അവസരമാണ്. ഇനിയൊരു തിരിച്ചുവരവ് ജസീന്തയ്ക്കില്ല എന്ന് ലൂസിക്ക് അറിയാമായിരുന്നു. ലൂസി പെട്ടെന്ന് ഇപ്രകാരം ഓർത്തു, ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിന് വേണ്ടിയുള്ള വലിയ സന്ദേശങ്ങൾ അമ്മ കൈമാറി ഞങ്ങൾക്ക് 3 പേർക്കുവാ. ഇതാ ഫ്രാൻസിസ്കോ ഓൾറെഡി സ്വർഗത്തിലേക്ക് പോയി. ഇനി ഉടനെ തന്നെ ജസീന്തയും സ്വർഗത്തിലേക്ക് പോകും. ഇനി ഞാൻ മാത്രം ഒറ്റപ്പെടുമല്ലോ. ഇനി ഈ സന്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ എന്ന് ലൂസിക്ക് മനസ്സിലായി. അവൾ പ്രാർത്ഥനയിൽ ആ നിമിഷം ഏറ്റെടുക്കുകയാണ്. അവൾ പ്രാർത്ഥനയിൽ ആ സന്ദേശങ്ങളൊക്കെ ഏറ്റെടുത്തു. ഇത് 2 പേര് സ്വർഗത്തിലേക്ക് പോകുന്നു, താൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഭാരിച്ച ഉത്തരവാദിത്തമാണ് പരിശുദ്ധയമ്മ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടേണ്ട ഇതിൻ്റെ ഒരു കണ്ണിയായി ഞാൻ ഈ ലോകത്ത് ജീവിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ലൂസി പ്രാർത്ഥനയിൽ ആ നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ജസീന്ത ലൂസിയോട് ഇപ്രകാരം പറഞ്ഞു, ലൂസി, നിനക്കറിയാമല്ലോ, ഒരിക്കൽ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ നമ്മളോട് പറഞ്ഞില്ലേ, ഫ്രാൻസിസ്കോയെയും എന്നെയും അമ്മ എത്രയും വേഗം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന്. എന്നാൽ നീ ഈ ലോകത്ത് ദീർഘകാലം ജീവിക്കുമെന്ന് അമ്മ പറഞ്ഞില്ലേ? നീ ഓർക്കുന്നുണ്ടോ എന്ത് ഉത്തരവാദിത്വമാ അമ്മ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്? എന്നിട്ട് ജസീന്ത പറഞ്ഞു കൊടുത്തു, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാ നിന്നെ ദീർഘകാലം ഈ ലോകത്ത് ജീവിക്കുവാൻ അനുവദിക്കുന്നത്. അതുകൊണ്ട് ലൂസി, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഈ ലോകത്ത് പ്രചരിപ്പിക്കുവാൻ നിനക്ക് അവസരം കിട്ടും. അത് ഈ ലോകത്ത് അത്യാവശ്യമായൊരു കാര്യമായിട്ട് വരും. ആ സമയത്ത് നീ ഭയക്കരുത്, നീ മടിക്കരുത്, ഈ സന്ദേശം നീ ഒളിച്ചോടരുത്. കാരണം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഈ ലോകത്ത് പ്രചരിക്കണമെന്നുള്ളത് സ്വർഗത്തിന്റെ ആവശ്യമാണ്. അത് ഈ ലോകത്തിന്റെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതുകൊണ്ട് നീ അത് പ്രചരിപ്പിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് വലിയ നാശം സംഭവിക്കും. അതുകൊണ്ട് നീ ഈ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടരുത്. എന്നിട്ട് 3 കാര്യങ്ങൾ ജസീന്ത, കൊച്ചു പ്രായത്തിൽ ജസീന്ത അമ്മ നൽകിയ ജ്ഞാനത്തിൽ ലൂസിയോട് പങ്കുവയ്ക്കുകയാണ്. ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പങ്കുവയ്ക്കുക. 1, ലൂസി, ഈ ലോകത്ത്
നീ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അനേകർ നിനക്കെതിരായിട്ട് വരും. എന്നാൽ നീ മനസ്സിലാക്കണം, നീ ലോകത്തോട് വിളിച്ചു പറയണം, ഈ ലോകത്ത് സ്വർഗം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിലൂടെയാണ് എന്ന് ഉള്ള സത്യം നീ ലോകത്തോട് വിളിച്ചു പറയണം. ഈ ലോകത്ത് പലരും ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്, എന്തിനാ പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ കൊന്ത ചെല്ലുന്നത്? ഇതൊക്കെ ദൈവമായിട്ടുള്ള നേരിട്ടൊരു സംഭാഷണം പോരെ? പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ക്രമീകരണങ്ങൾ വ്യത്യസ്തമാണെന്നും മറുതലിച്ചു നിൽക്കാതെ സ്വർഗത്തിന്റെ ക്രമീകരണങ്ങളെ ആഴത്തിൽ ഏറ്റെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വമാ ഈ കൊച്ചു കുഞ്ഞിൽ നമ്മൾ പഠിക്കുക. എന്താണ് സ്വർഗത്തിന്റെ ക്രമീകരണം? ഈ ലോകത്ത് സ്വർഗം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയം വഴിയാണെന്നും പിന്നെ ജസിന്ത കൂട്ടിച്ചേർത്തു. ആയതിനാൽ ഈ ലോകത്തുള്ള മക്കളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കണം. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുക എന്ന് ജസീന്ത ലൂസിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി രണ്ടാമതായി ജസീന്ത ഇപ്രകാരം കൂട്ടിച്ചേർത്തു, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആഗ്രഹം എന്താണെന്ന് നിനക്കറിയാമോ? ഈശോയുടെ തിരുഹൃദയം ഇപ്രകാരം ആഗ്രഹിക്കുന്നു, എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയവും എൻ്റെ തിരുഹൃദയം പോലെ തന്നെ സ്വർഗത്തിൽ വാഴ്ത്തപ്പെടണം എന്നുള്ളത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആഗ്രഹമാണ് എന്ന് നീ ലോകത്തോട് വിളിച്ചു പറയണം. സ്വർഗത്തിന്റെ ജ്ഞാനം നിറഞ്ഞ കൊച്ചു ജസീന്ത പറഞ്ഞു കൊടുക്കുകയാ, ഈ ലോകത്ത് കന്യകാമറിയത്തെ മാറ്റി നിർത്തുന്നത് അപകടകരമാ, അവളൊന്നും അല്ല എന്ന് ചിന്തിക്കുന്ന അപകടകരമാ. ഈശോയുടെ തിരുഹൃദയം സ്വർഗത്തിൽ വാഴ്ത്തപ്പെടുന്നത് പോലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയവും സ്വർഗത്തിൽ വാഴ്ത്തപ്പെടണം എന്നുള്ളത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആഗ്രഹമാണ് എന്നും ലൂസിക്ക് ജസീന്ത പറഞ്ഞു കൊടുക്കുക. ഇനി മൂന്നാമതായി ജസീന്ത പറഞ്ഞു കൊടുത്തു, ലൂസി, സമാധാനം സ്വർഗം നിക്ഷേപിച്ചിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കരങ്ങളിലാണ് എന്ന്. ഈ ലോകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ നീ ലോകത്തോട് വിളിച്ചു പറയണം, ലോകത്തിന്റെ സമാധാനം, കുടുംബത്തിന്റെ സമാധാനം, വ്യക്തി ജീവിതങ്ങളുടെ സമാധാനം സ്വർഗം നിക്ഷേപിച്ചിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് സമാധാനം സ്വന്തമാക്കണമെന്നുള്ള സത്യം നീ ലോകത്തോട് വിളിച്ചു പറയണമെന്ന് കൊച്ചു ജസീന്ത ലൂസിയോട് പറയുകയാണ്. അതിനുശേഷം അവൾ ലിസ്ബണിലേക്ക്, ആസ്പത്രിയിലേക്ക് യാത്രയാകുന്നു. ലിസ്ബണിൽ ചെന്നിട്ടും ഏതാണ്ട് 3 പ്രാവശ്യമെങ്കിലും പരിശുദ്ധ കന്യകാമറിയം ജസീന്തയ്ക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ ലിസ്ബണിലെ ആസ്പത്രിയിൽ അവൾ മറ്റൊരു സിസ്റ്ററാണ് അവളെ ശുശ്രൂഷിച്ചിരുന്നത്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവരാരുമില്ലാതെ ആ വേദനയിൽ ജസീന്ത ലിസ്ബണിലെ ആസ്പത്രിയിൽ ഏകാന്തതയിൽ കഴിഞ്ഞ് പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്ത പ്രകാരം സഹനങ്ങളൊക്കെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റുകയാണ്. അമ്മ ലിസ്ബണിലെ ആശുപത്രിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾക്ക് വീണ്ടും ഈ ലോകത്തിന് അത്യാവശ്യമായ ചില സന്ദേശങ്ങൾ വ്യക്തിപരമായ ദർശനത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈവറ്റ് റെവലേഷൻസ് എന്നാണത് പറയുക. അമ്മ ആദ്യം തന്നെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. 1-ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലമാണ് അതെന്ന് അറിയാമല്ലോ. ഇനി അമ്മ യുദ്ധത്തെക്കുറിച്ച് എപ്രകാരം പറഞ്ഞു, മോളെ, ഈ ലോകത്ത് ഇനിയും യുദ്ധമുണ്ടാകും. യുദ്ധം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് നീ പ്രാർത്ഥിക്കണം. എന്നാൽ എന്താണ് യുദ്ധം? ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന ഓരോ ക്രൂരതയ്ക്കും ഒരു ശിക്ഷയായി ദൈവം അയക്കുന്നതാണ് യുദ്ധം. അതുകൊണ്ട് മനുഷ്യൻ മനസ്സ് മാറ്റിയാൽ, മനുഷ്യൻ മാനസാന്തരപ്പെട്ടാൽ ദൈവം കരുണ കാണിക്കും. യുദ്ധം ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. എന്നാൽ മനുഷ്യൻ നന്മയിലേക്ക് തിരിച്ചു വരാൻ, പാപത്തിന്റെ വഴിയിൽ ഉപേക്ഷിക്കുവാൻ മടി കാണിച്ചാൽ
വീണ്ടും നിരവധിയായ ക്രൂരമായ യുദ്ധങ്ങൾ ശിക്ഷയായി ഈ ലോകം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള സന്ദേശം പരിശുദ്ധമ്മ നൽകുകയാണ്. അടുത്തതായി യുദ്ധത്തിന് ശേഷം വൈദികരെ കുറിച്ചും രാജ്യത്തിന്റെ നേതാക്കന്മാരെ കുറിച്ചുമുള്ള സന്ദേശം പരിശുദ്ധ അമ്മ ജസീന്തയ്ക്ക് നൽകി. വൈദികരെ കുറിച്ച് പരിശുദ്ധ അമ്മ ജസീന്തയോട് പറഞ്ഞത് ഇപ്രകാരമാ: നീ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി നീ പ്രത്യേകം പ്രാർത്ഥിക്കണം, ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഇപ്രകാരം ജസീന്തയോട് പറഞ്ഞു, വൈദികർ പവിത്രരായിരിക്കണം, വൈദികർ വിശുദ്ധരായിരിക്കണം. സാധാരണ ഒരു വൈദികൻ എത്രമാത്രം പവിത്രത സ്വീകരിക്കാമോ, ആർജിക്കാമോ, ഒരു വിശുദ്ധി എത്രമാത്രം ആർജിച്ചെടുക്കാമോ അത്രമാത്രം അവൻ പരിശ്രമിക്കണം. എന്നാൽ അവന്റെ ആഗ്രഹപ്രകാരമല്ല, സ്വർഗം, ദൈവം ഒരു വൈദികനിൽ നിന്ന് എത്രമാത്രം വിശുദ്ധി ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം വിശുദ്ധിയിലേക്ക് ഓരോ വൈദികരും വളരണം. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ജസീന്തയ്ക്ക് സന്ദേശം നൽകുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ പുരോഹിതനുമുള്ള വളരെ ശക്തമായ ഒരു സന്ദേശമാണിത്. നമ്മളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല, നമ്മൾ പരിശ്രമിക്കുന്ന പോലെയല്ല. ദൈവം എത്രമാത്രം വിശുദ്ധി ഓരോ വൈദികരിൽ നിന്ന് ആഗ്രഹിക്കുന്നുവോ ആ വിശുദ്ധിയിൽ എത്തപ്പെടുവാനായിരിക്കണം ഓരോ ദിവസവും ഓരോ പുരോഹിതനും പരിശ്രമിക്കേണ്ടത് എന്നുള്ള ശക്തമായ ഒരു സന്ദേശമാണ് ലിസ്ബണിലെ ആസ്പത്രിയിൽ പരിശുദ്ധ അമ്മ ജസീന്തയ്ക്ക് നൽകുക. അതോടൊപ്പം തന്നെ ഇപ്രകാരം കൂട്ടിച്ചേർത്തു: അധികാരികളോടും പ്രത്യേകിച്ച് മാർപ്പാപ്പയോടും സന്യസ്തരും വൈദികരും സന്യാസ വൈദികരും കാണിക്കുന്ന അനുസരണക്കേട് ഈശോയുടെ തിരുഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുവെന്ന സന്ദേശവും നൽകിയുണ്ടായി. വളരെ ശക്തമായ സന്ദേശമാണ്. മേലധികാരികളോടും സഭയെ നയിക്കാൻ ദൈവം നിയോഗിക്കുന്ന മാർപ്പാപ്പയോടും ഏതെങ്കിലും ഒരു വൈദികൻ അനുസരണക്കേട് കാണിച്ചാൽ അത് ഈശോയുടെ തിരുഹൃദയത്തെ അതിയായി വേദനിപ്പിക്കുന്നുവെന്ന് ഫാത്തിമയിലെ കൊച്ചു കുഞ്ഞ് ജസീന്തയ്ക്ക് പരിശുദ്ധ അമ്മ സന്ദേശം നൽകിയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധി കൈവരിക്കുന്നതിനും അനുസരണത്തിന്റെ ആത്മാക്കളായി മാറുന്നതിനുമുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി ഓരോ രാജ്യത്തിന്റെ രാഷ്ട്ര നേതാക്കൾക്ക് വേണ്ടിയുള്ള സന്ദേശം ഇപ്രകാരം പങ്കുവയ്ക്കുകയുണ്ടായി: ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ദൈവനീതിക്കൊത്ത് പ്രവർത്തിക്കണം, ഭരിക്കണം. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു, ദൈവത്തിന്റെ സഭയെ പീഡിപ്പിക്കുവാൻ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കഷ്ടം എന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകുകയാണ്. ദൈവത്തിന്റെ സഭ എന്താണ്? പരിശുദ്ധ കത്തോലിക്ക സഭ, ക്രൈസ്തവ സഭയെ, ദൈവത്തിന്റെ സഭയിൽ അംഗങ്ങളായ ക്രൈസ്തവരെ ആരെങ്കിലുമൊക്കെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്ര നേതൃത്വമായിക്കോട്ടെ, അവർക്ക് കഷ്ടം എന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകുന്നു. വീണ്ടും പാപത്തെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശം പരിശുദ്ധ അമ്മ നൽകി. പരിശുദ്ധ അമ്മ നൽകുന്ന ഇപ്രകാരമാ: ജഡിക പാപമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യക്തികളെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നത് എന്ന്. ജഡിക പാപം, മ്ലേച്ഛ പാപങ്ങൾ, ഈ പാപങ്ങളാണ്, ഈ പാപത്തെ അടിമപ്പെടുന്ന വ്യക്തികളാണ് ഏറ്റവും എളുപ്പത്തിൽ നരകത്തിൽ പോയി പതിക്കുക എന്നുള്ള സന്ദേശം പരിശുദ്ധ അമ്മ നൽകുകയാണ്. ഇനി അടുത്തതായി, സ്വർഗത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ പരിഷ്കാര മോടികൾ ഈ ലോകത്ത് ആവിർഭവിക്കും. സഹോദരങ്ങളെ, 1919-20കളിലായി സന്ദേശം നൽകുമെന്ന് ഓർക്കണം. ഇന്ന് ലോകത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ കണ്ണോടിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ വാഗ്ദാനത്തിന്റെ സന്ദേശത്തിന്റെ പൂർത്തീകരണമാ. ഏതൊക്കെ രീതിയിലുള്ള പരിഷ്കാര മോടികൾ പരിശുദ്ധമ്മ പറയുന്നു. സ്വർഗത്തെ വേദനിപ്പിക്കുന്ന പരിഷ്കാര മോടികൾ ഈ ലോകത്ത് ആവിർഭവിക്കും. എന്നിട്ട് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും പരിഷ്കാര മോടികളുടെ പുറകെ പോകാൻ പാടില്ല. വസ്ത്രധാരണത്തിലും മറ്റു പല രീതിയിലും ജീവിതത്തിലും ജീവിത ശൈലിയിലുമൊക്കെ
പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് സ്വർഗം അരുതെന്ന് പറഞ്ഞിരിക്കുന്ന പല മ്ലേച്ഛതകളും ഏറ്റെടുത്തുകൊണ്ട് നരകത്തിന് വേണ്ടി ഒരുങ്ങുന്ന പരിഷ്കാരമോടികൾ ഇന്ന് ലോകത്ത് വലിയ സ്വാധീനമുള്ളവരാ. അത് അപകടകരമാണ്. പരിഷ്കാരമോടികളെ മാതൃകകളാക്കി മാറ്റുന്നത്, മോഡലാക്കി മാറ്റുന്നത് ആത്മനഷ്ടത്തിലെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും പരിശുദ്ധ അമ്മ വ്യക്തമായ സന്ദേശം കൊച്ചു ജസീന്തയിലൂടെ നൽകുകയാണ്. അടുത്തതായി പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്: സഹോദരങ്ങളെ, മനുഷ്യൻ ഈ ലോകത്ത് അധപതിച്ചുകൊണ്ടിരിക്കുന്നത്, നിത്യനാശത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം ഈശോ ഈ ലോകത്ത് മനുഷ്യകുലത്തിന് വേണ്ടി സഹിച്ച സഹനങ്ങളോ ഈശോയുടെ ത്യാഗങ്ങളോ കുരിശുമരണമോ ഓർക്കാത്തത് കൊണ്ടാണെന്നും, ആ ഈശോ ഈ ലോകത്ത് കുരിശിൽ മരിച്ച് നേടുന്ന രക്ഷയ്ക്ക് മനുഷ്യൻ വില കൊടുക്കാത്തത് കൊണ്ടാണ് എന്നും പരിശുദ്ധ അമ്മ സന്ദേശം നൽകി. പ്രിയമുള്ള സഹോദരങ്ങളെ, അനുദിനം ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കാനും കുരിശിന്റെ വഴിയിൽ പ്രാർത്ഥിക്കാനും ഈശോയുടെ കുരിശുമരണം ഓർത്തോർത്ത് നന്ദി പറയാനും ഈശോ നേടിത്തന്ന കുരിശിലെ രക്ഷ വ്യക്തിപരമായി ഏറ്റെടുക്കുവാനുമുള്ള വിളിയാണ് ജസീന്തയിലൂടെ നൽകുക. ഇങ്ങനെ നിരവധിയായ സന്ദേശങ്ങൾ ജസീന്തയിലൂടെ പരിശുദ്ധ അമ്മ നൽകി. എന്നിട്ട് അവൾ മരിക്കുന്ന ദിവസവും മരിക്കുന്ന മണിക്കൂർ പോലും പരിശുദ്ധ അമ്മ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവൾ മരിക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ സഹനങ്ങളും വേദനകളും എല്ലാം ജസീന്തയിൽ നിന്ന് എടുത്തു മാറ്റി. ഇപ്രകാരം 1920 ഫെബ്രുവരി മാസം 20-ാം തീയതി ജസീന്തയെ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഫാത്തിമയിൽ 2ാമത്തെ ദൃക്സാക്ഷിയായ ജസീന്തയും ഫ്രാൻസിസ്കോയോടൊപ്പം സ്വർഗത്തിൽ ഇടം പിടിച്ചു. അമ്മയുടെ 1917 സന്ദേശങ്ങൾ വീണ്ടും പൂർത്തീകരിക്കപ്പെട്ടു. നമ്മളെ സഹോദരങ്ങളെ, ഇപ്രകാരം പിന്നീട് 2000 ആണ്ടിൽ മെയ് മാസം 13-ാം തീയതി ജോൺ പോൾ 2 മാർപ്പാപ്പ ആ വലിയ ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ്കോയെയും ജസീന്തയെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും 2017 പ്രത്യേകത എന്തുവാ? 1917 അമ്മ ആദ്യമായി ഫാത്തിമ പ്രത്യക്ഷപ്പെടുന്നത്. 100 വർഷം പൂർത്തിയാകുന്ന സെന്റിനറി ഇയർ ആണ്. ഈ സെന്റിനറി ഇയറിൽ 2017 ഫ്രാൻസിസ് മാർപ്പാപ്പ ഫാത്തിമയിൽ വെച്ച് ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. അവരുടെ ഭൗതിക ശരീരം ഫാത്തിമയിലെ ബസിലിക്കയിലെ ഭൂഗർഭ ചാപ്പലിൽ ഇന്ന് കാണാനായിട്ട് സാധിക്കും. ജസീന്തയിൽ ദൈവം ഇടപെട്ട വലിയൊരു ഇടപെടലാണ്. അവളുടെ മുഖം ഇപ്പോഴും അഴുകാതിരിക്കുന്നു എന്നുള്ള സത്യം അവളുടെ വിശുദ്ധി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ ഈ കൊച്ചു പ്രായത്തിൽ ഏറ്റെടുത്ത ജസീന്ത ഇന്നവൾ വിശുദ്ധയാണ്. വിശുദ്ധ ജസീന്തയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അവളിലൂടെ ദൈവം നൽകിയ സന്ദേശങ്ങളൊക്കെ, പ്രത്യേകിച്ചും നമ്മളോ ഈ ലോകത്തിൽ ആരും നരകത്തിൽ എത്തപ്പെടാതെ ത്യാഗം ചെയ്ത് പരിഹാരം ചെയ്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് വ്യക്തിപരമായും പാപത്തിൽ നിന്ന് അകന്ന് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങി നിത്യത അവകാശമാക്കുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് നമുക്കും വാങ്ങിത്തരുന്നതിന് വേണ്ടി ജസീന്തയോടും വിശുദ്ധ ജസീന്തയോടും വിശുദ്ധ ഫ്രാൻസിസ്കോയോടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം നമുക്ക് തേടാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും പരിശുദ്ധയമ്മയുടെ പ്രത്യേകമായ സഹായവും നിങ്ങളെല്ലാവരോടുമൊപ്പം, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടുകൂടെ, ലോകത്തെമ്പാടുമുള്ള പാപികളോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ. ആവേ മരിയ. A três pastorinhos